ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ അതായത് 27 ഏപ്രിലിന് എൻ്റെ 26th ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത്, നമുക്കൊരു വ്ളോഗ് കണ്ടാലോ. കമോൺ. ആദ്യം വന്നത് അക്ഷയേട്ടനാണ്. മൂപ്പര് പറഞ്ഞു മൂപ്പര് പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കണം, ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പം എനിക്ക് ബൺ ക്ലബ്ബിൽ നിന്ന് ബംബോൾ തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഈ പാട്ടും പാടി ഒരു കേക്കുമായിട്ട് വരുന്നതാണ് എൻ്റെ ഫ്രണ്ട് റോസോ. അവൾ ജർമ്മനിയിലാണ് പഠിക്കുന്നത്. പക്ഷേ 17 ദിവസം മുമ്പ് അവൾ നാട്ടിലെത്തി, എന്നെ അറിയിച്ചില്ല. എന്നിട്ട് എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തരാൻ വരികയാണ്, എന്നെ കാണാൻ വരികയാണ്. അറിഞ്ഞിട്ടും കൂടിയില്ല ഈ കുട്ടി വന്നത്. അപ്പോൾ എന്തൊക്കെ എൻ്റെ അച്ഛൻ അമ്മേൻ്റെ റിയാക്ഷനൊക്കെ കാണാം. അതാണ് നല്ല റിയാക്ഷൻ. എൻ്റെ മുഖത്ത് സർപ്രൈസ് വന്നില്ലെന്നാണ് കുട്ടിക്ക് വിഷമം. ഒരു വരവേൽപ്പില്ലല്ലോ എനിക്കിവിടെ. ഭയങ്കരി അല്ല പൈസയും കൊടുത്തിട്ട് എനിക്കറിയായിരുന്നോ നീ വരും. നീ 10-ാം തീയതി നിങ്ങളുടെ ഫോട്ടോഷൂട്ട് എന്തോ നടക്കണ്ടേ? അതൊന്നും എനിക്കൊരു വിഷയമല്ല. ബൈ ബൈ, ഞാൻ അങ്ങോട്ട് വരാട്ടാ. പിന്നല്ലേ, അയ്യോ എൻ്റെ കൈയും കാലും വിറയ്ക്കാം. ഏറ്റവും മുകളിലാണോ? ഓക്കെ ഓക്കെ. ഇതാണ് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത റോസ്മേരി മാളിയേക്കൽ അഗാറോസ് മോൾ. ഹാപ്പി ബർത്ത്ഡേ ടു വാൻ ജോൺ. ഓ മുഴുവൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത 2 കുട്ടികളൊരു ഓട്ടോ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര് തരണം എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പോഴാണ് റോസ് വീഡിയോ എടുക്കുന്നത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റോസും ചളിയും വഫയും റിയാബിയും കൂടി അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്, അവരൊക്കെ കൂടി തന്ന ഗിഫ്റ്റാണിതെന്ന്. മെഹജാസ് ആർട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നല്ലൊരു ഭംഗിയുള്ള ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് ഓർഡർ ചെയ്ത് തന്നത്. അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് കുറച്ച് കാണിച്ചു തരാം. അതെ, മുടി കൂടുതലുള്ള അബയ്ക്ക് ഒരു ചീർപ്പ്. ഗൈസ് അബയ അതാ ചീർപ്പ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഞങ്ങളുടെ ഒരുപാട് നല്ല നല്ല മെമ്മറീസുള്ള ഫോട്ടോസൊക്കെ അവരിങ്ങനെ
പോളറോയിഡ് ഫോട്ടോസ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എന്താ ഞങ്ങളുടെ ഫുൾ ബോഡി പെട്ടെന്ന് മാർക്കാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം. ആലപ്പുഴ ട്രിപ്പ് കുറച്ചധികം ഫണ്ട് പഠിച്ചെടുക്കും. അവൻ ഇടയ്ക്ക് ഫോൺ പോകണം, അത് വിഷയമല്ല. അതെ, ഓണം ജോലിയിലെ ഓണം ഞങ്ങളാ ഇത് ഫേമല് ഇത് മനുഷ്യനായിട്ട് വീഡിയോ എടുത്താൻ തോന്നുന്നത്. പിന്നെ അത് കുറേ ലെറ്റേഴ്സാണ്. ചളിയും റോസും റിയാബിയും വഫ എല്ലാവരും കൂടി എഴുതിയ കത്തുകൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ പേപ്പേഴ്സിൽ നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ ആക്കിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. കത്തൊക്കെ ഞാൻ വായിച്ചു. പക്ഷേ എൻ്റെ മുഖത്ത് എന്താണെന്നറിയില്ല, ഇവൾ പറയുന്ന എക്സ്പ്രഷൻ വരുന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടിട്ടും വായിച്ചിട്ടും. എൻ്റെ മുഖത്ത് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല എന്നുള്ളൂ. നെയ്ച്ചോറും ചിക്കൻ സ്റ്റ്യൂവും പിന്നെ പാലട പായസമായിരുന്നു ഇന്നത്തെ ഫുഡ്. വൈകുന്നേരം എനിക്കിങ്ങനെ അറിയാത്ത ഒരാൾ ഗിഫ്റ്റ് കൊണ്ടു തന്നു. അപ്പോഴാണ് പറഞ്ഞത് തൊട്ട് മുമ്പത്തെ വീട്ടിലെ ആൾക്കാരാണ്, അതായത് ഞങ്ങളെ പുതിയൊരു നെയ്ബേഴ്സ് ഉണ്ട്, രേഷ്മയാണ് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വൈകുന്നേരം എനിക്ക് സർപ്രൈസായിട്ട് കാർത്തികേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് തൃശ്ശൂരിൽ നിന്ന് വന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോയി കളഞ്ഞ ആൾ. സന്ധ്യ ആയപ്പോൾ പിന്നെ റോസുവിൻ്റെ കേക്ക് മുറിച്ചു. കൂടെ ധീരജും വന്നിട്ടുണ്ടായിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you. Thank you. അച്ഛാ കം ഓൺ ക്യാമറ എൻ്റെ കയ്യിലേക്ക് മാറണം. ഓ അസാധ്യം. ധീരുമോൻ എനിക്ക് കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ഷോർട്സ് ആണ് കൊണ്ടു തന്നത്. ആലുവിന് കേക്ക് മുറി ജസ്റ്റ് ഒന്ന് മിസ്സായി, എന്നാലും അവന് കേക്കൊക്കെ കൊടുത്തു. ഇന്ന് വളരെ ഹാപ്പി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, രാത്രി പാത്രം കഴുകുമ്പോൾ ഒരു ചില്ല് പ്ലേറ്റ് തട്ടി എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 29th രാജീവ് പാപ്പൻ എനിക്ക് ഡയറി മിൽക്കും കൊണ്ടു തന്നു. ബൈ ബൈ.